സ്ക്രിപ്റ്റ് റെഡിയാണ്, ഇനി കപ്പും കൊടുക്കാം. ഫിഫയ്ക്കും അർജന്റീനയ്ക്കുമെതിരെ ഒത്തുകളി ആരോപണവുമായി ഈജിപ്ത് കോച്ച് പിന്തുണച്ച് റഫറിംഗ് വിദഗ്ധൻ. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ അർജന്റീനയോട് പൊരുതി തോറ്റതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന ഒത്തുകളി ആരോപണങ്ങളുമായി ഈജിപ്ത് ദേശീയ ടീം പരിശീലകൻ ഹൊസാം ഹസൻ രംഗത്ത്. ടൂർണമെന്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ വിജയം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണെന്നും ലയണൽ മെസ്സിയെയും സംഘത്തെയും ലോകകപ്പിൽ നിലനിർത്താൻ ഫിഫയും മാച്ച് ഒഫീഷ്യലുകളും വഴിവിട്ട സഹായങ്ങൾ നൽകുകയാണെന്നുമാണ് ഹസൻ തുറന്നടിച്ചത്. കടുത്ത അനീതിയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നും കളിക്കളത്തിൽ ഫെയർ പ്ലേ പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം മത്സരത്തിലെ വിവാദ റഫറിംഗ് തീരുമാനങ്ങളിൽ ഈജിപ്തിന്റെ അമർഷം 100% ന്യായമാണെന്ന് വ്യക്തമാക്കി മുൻ പ്രീമിയർ ലീഗ് റഫറിംഗ് വിദഗ്ധൻ ഗ്രഹാം സ്കോട്ട് രംഗത്തെത്തിയത് ഫിഫയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അറ്റ്ലാന്റയിൽ നടന്ന ആവേശഭരിതമായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന ശേഷമാണ് ഈജിപ്ത് 3-2 എന്ന സ്കോറിന് അർജന്റീനയോട് പരാജയപ്പെട്ടത്. എന്നാൽ കളിക്കളത്തിലെ പ്രകടനത്തെക്കാൾ ഉപരി റഫറിയുടെ പക്ഷപാതപരമായ തീരുമാനങ്ങളാണ് തങ്ങളുടെ തോൽവിക്ക് കാരണമായതെന്ന് ഈജിപ്ത് ക്യാമ്പ് വിശ്വസിക്കുന്നു. മത്സരത്തിൽ ഈജിപ്ത് 1-0 മുന്നിട്ട് നിൽക്കുമ്പോഴാണ് മൊസ്തഫ സിക്കോയിലൂടെ അവർ 2ാം തവണയും അർജന്റീനയുടെ വലകുലുക്കിയത്. എന്നാൽ വളരെ മുൻപ് നടന്നൊരു ഫൗൾ ചൂണ്ടിക്കാട്ടി ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വ ലെറ്റക്സിയർ ആ ഗോൾ നിഷേധിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഹൊസാം ഹസൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചത്. ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. വ്യക്തമായൊരു പെനാൽറ്റി ഞങ്ങൾക്ക് നിഷേധിച്ചു. അത് വാർ പരിശോധിക്കാൻ പോലും റഫറി തയ്യാറായില്ല. എന്നാൽ ഞങ്ങളുടെ 2ാമത്തെ ഗോൾ അവിശ്വസനീയമായ വിധം റദ്ദാക്കുകയും ചെയ്തു. എതിർതാരം ഹംദി ഫാത്തിയയുടെ ജേഴ്സി വലിക്കുന്നത് എല്ലാവരും കണ്ടിട്ടും വാർ അത് കണ്ടില്ലെന്ന് നടിച്ചു. മെസ്സിയെയും അർജന്റീനയെയും ടൂർണമെന്റിൽ നിലനിർത്താൻ ബാഹ്യ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നും ഹൊസാം ഹസൻ പറഞ്ഞു. ഈജിപ്ത് കോച്ചിന്റെ ആരോപണങ്ങൾക്ക് അടിവരയിടുന്നതായിരുന്നു റഫറിംഗ് വിദഗ്ധൻ ഗ്രഹാം സ്കോട്ടിന്റെ വിലയിരുത്തൽ. ഈജിപ്തിന്റെ ഗോൾ റദ്ദാക്കിയ വാർ തീരുമാനം പൂർണ്ണമായും തെറ്റായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗോൾ നേടുന്നതിന് ഏകദേശം 100 വാര അകലെ നടന്ന ഒരു സാധാരണ കോൺടാക്റ്റിന്റെ പേരിലാണ് റഫറി ഗോൾ നിഷേധിച്ചതെന്നും ഇത് വാറിന്റെ പരിധി ലംഘിച്ചുകൊണ്ടുള്ള തെറ്റായ ഇടപെടലായിരുന്നുവെന്നും സ്കോട്ട് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ഈജിപ്തിന്റെ അമർഷം പൂർണ്ണമായും ന്യായമാണ്. എന്നാൽ സൂപ്പർ താരം മുഹമ്മദ് സലാഹിന് നേരെയുണ്ടായ പെനാൽറ്റി അപ്പീൽ തള്ളിയ റഫറിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്നും സ്കോട്ട് കൂട്ടിച്ചേർത്തു. 2022 ലോകകപ്പ് ഫൈനലിനു ശേഷം ഫ്രാൻസും അർജന്റീനയും തമ്മിൽ കടുത്ത ഫുട്ബോൾ വൈര്യം നിലനിൽക്കെ ഈ മത്സര നിയന്ത്രണത്തിനായി ഒരു ഫ്രഞ്ച് റഫറിയെ നിയമിച്ചതിലെ അനൌചിത്യവും ഹസൻ ചോദ്യം ചെയ്തു. മത്സരത്തിന് മുൻപ് തന്നെ ഈജിപ്ഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിൽ ആശങ്ക അറിയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഫിഫയുടെ കളി സമയ ക്രമീകരണത്തെയും ഹസൻ രൂക്ഷമായി പരിഹസിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് മത്സരം നിശ്ചയിച്ചവർക്ക് ഫുട്ബോളിനെ കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും കളിക്കാർ രാവിലെ 7:30 ഭക്ഷണം കഴിച്ച് ഇറങ്ങണമെന്നാണോ അധികൃതർ കരുതുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ലോകകപ്പിലെ റഫറിയിങ്ങിലും നീതിബോധത്തിലും പൂർണ്ണമായി വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഇതിൽ പ്രതിഷേധിച്ച് ടൂർണമെന്റിലെ ബാക്കി മത്സരങ്ങൾ താൻ കാണില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് ഈജിപ്ഷ്യൻ കോച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഈജിപ്ത് താരം മൊസ്തഫ സിക്കോയും പരിശീലകന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഫിഫയെയും ടൂർണമെന്റിന്റെ സുതാര്യതയെയും വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഈ വിവാദങ്ങൾ.